അതെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ കിച്ചണിലെ കുക്കിംഗ് ഒന്നുമല്ല. ഞാനൊരു പേസ്ട്രി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ക്ലാസ് രാവിലെ 10 മണി മുതൽ 5:30 വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെന്ന പാടെ കണ്ടതാണ് ഈ ഒരു സാധനങ്ങളൊക്കെ. അപ്പോൾ വിത്ത് പെർമിഷൻ ഞാൻ വീഡിയോസ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഡെസേർട്ടിനും പുഡിങ്ങിനും ഒക്കെ വേണ്ട സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾക്ക് ക്ലാസ് എടുത്തു തരുന്നത് ഷെഫ് ഷജീല ഗുലാം മാം ആണ്. നല്ല സപ്പോർട്ടീവ് ആൻഡ് ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. പ്രിപ്പറേഷൻ ഓഫ് വെജിറ്റേറിയൻ ഡെസേർട്ട് സ്നാക്സ് ആൻഡ് ബ്രെഡ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിക്ക്. 14 ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ മാം നമ്മൾക്കൊരു പ്രിൻറ്റഡ് നോട്ട്സ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 14 ഐറ്റംസിൻ്റെയും എന്നിട്ട് അതിനെക്കുറിച്ചൊരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ, ചെറിയൊരു എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നു. പിന്നെയാണ് നമ്മൾ ഡെമോയിലേക്ക് കടന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൺഫ്യൂഷനൊന്നും ഇല്ലാതെ നല്ലോണം മനസ്സിലാക്കാൻ പറ്റി. ആദ്യത്തെ കുറച്ചെണ്ണം പുഡിംഗ് ആയിരുന്നു. ഫസ്റ്റ് റൂ അഫ്സ അറേബ്യൻ പുഡിംഗ്, അതായത് റോസ് അറേബ്യൻ പുഡിംഗ് 3 ലെയർ പുഡിംഗ് ആയിരുന്നു. സെക്കൻഡ് വൺ മലായി ബ്രെഡ് പുഡിംഗ് ആയിരുന്നു. അതൊക്കെ ഭയങ്കര സിമ്പിളായിരുന്നു. തേർഡ് ഈജിപ്ഷ്യൻ ബ്രെഡ് പുഡിംഗ്, അതായത് അലി അതിൻ്റെ പേര്. ഫോർത്ത് വൺ വന്നിട്ട് കുനാഫ ബനോഫി പുഡിംഗ്. ഫിഫ്ത്ത് വന്നിട്ട് മുഹല്ലാബിയ. കുറച്ച് അറേബ്യൻ വേർഡ്സൊക്കെ പഠിക്കാൻ പറ്റി. പിന്നെ ഓരോന്ന് ചെയ്തതൊക്കെയും നമ്മൾക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. പിന്നെ 6ാമത്തെ ഐറ്റം വന്നിട്ട് നവാബി സെമായി ആണ്. പിന്നെ 7ാമത്തെ ബക്ലാവ ഫാൻസ്. ബക്ലാവ ഫാൻസ് ഇപ്പോൾ യൂട്യൂബിലൊക്കെ കുറച്ച് കാണാൻ ട്രെൻഡിങ് ആണെന്ന് തോന്നുന്നു. ഇതൊരു പുഡിംഗ് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 5-6 എണ്ണം ചെയ്തപ്പോഴത്തേക്കും ഉച്ചയായി. അങ്ങനെ ലഞ്ചിന് നമ്മൾക്ക് ചിക്കൻ ബിരിയാണി പിന്നെ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഈ കാണുന്നത് കണ്ടൻസ് മിൽക്കിനെ ടോഫി ആക്കിയിട്ടുള്ള പുഡിങ്ങാണ്. ഇത് അടുത്ത ഡെസേർട്ടും റെഡി ആയിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുകയാണ്. ഈ കാണുന്നത് നമ്മൾ മൈദ എഗ്ഗൊക്കെ ഇട്ട് കുഴച്ച് പൈപ്പിംഗ് ബാഗിലൊക്കെ ആക്കിയിട്ട്, ഇതിൻ്റെ പേര് എനിക്ക് തോന്നുന്നു ബല അൽ ഷാം അല്ലെങ്കിൽ തുളുമ്പ എന്നാണ് തോന്നുന്നു. എന്നിട്ട് ലാസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് ഷുഗർ സിറപ്പിലിട്ടിട്ട് എടുക്കുന്നതാണ്. പിന്നെ ബക്ലാവ സ്ക്വയേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ബക്ലാവ നെസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ചെയ്യുന്നതാണ് ബക്ലാവ ഫാൻസ്. ഇത് വന്നിട്ട് സമൂസ ഷീറ്റ് വെച്ചിട്ട് അതിനെ ഒന്ന് ഫാൻ പോലെ ഫോൾഡ് ചെയ്തിട്ട് ടൂത്ത് പിക്ക് വെച്ച് സെക്യൂർ ചെയ്ത് നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഈ കാണുന്നത് ബക്ലാവ നെസ്റ്റാണ്. അതിൽ ലാസ്റ്റ് ഷുഗർ സിറപ്പ് മേലെ ഒഴിക്കുന്നതാണ്. പിന്നെ ഇത് കൊറിയൻ ചീസ് ബണ്ണ്. പിന്നെ ഇത് ചെയ്യുന്നത് ക്രോയിസൻ്റ് ആണ്. പ്ലെയിൻ ക്രോയിസൻ്റ് ഉണ്ടായിരുന്നു, ചോക്ലേറ്റ് ഫിൽഡ് ക്രോയിസൻ്റ് ഉണ്ടായിരുന്നു. അത് ഫോൾഡ് ചെയ്യണം. എന്നിട്ട് ഓവനിലൊന്ന് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ 14 ഐറ്റംസും റെഡിയായി, എല്ലാം സെറ്റ് ചെയ്ത് ടേബിളിലെല്ലാം സെറ്റ് ചെയ്ത് പിന്നെ എല്ലാവരും ഫോട്ടോസ് എടുക്കലായി, വീഡിയോസ് എടുക്കലായി. പിന്നെ നല്ല ക്ലാസ്സായിരുന്നു. അങ്ങനെ എല്ലാ ഐറ്റംസിൻ്റെയും ടേസ്റ്റ് ചെയ്യാനൊക്കെ പറ്റി. അങ്ങനെ എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ പിരിഞ്ഞു.